ഇന്ന് നമ്മൾ റോയൽ എൻഫീൽഡ് വന്നിട്ടുള്ള E20 കിറ്റാണ്. E20 കാർബറേറ്ററിന്, അതായത് ഈ എത്തനോൾ കലർന്ന പെട്രോളിൻ്റെ ഉണ്ടാക്കുന്ന കാർബറേറ്റർ ഉണ്ടാക്കുന്ന ഇഷ്യൂസ് അത് പ്രതിരോധിക്കാൻ കഴിവുള്ള റബ്ബർ കിറ്റുകളാണ്. കംപ്ലീറ്റ് പാർട്സുകളും റോയൽ എൻഫീൽഡ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. E20 കാർബറേറ്റർ കിറ്റ് UC 350 BS4 വരുന്നത് 1840 രൂപയാണ്. അത് BS3 ആകുമ്പോൾ 1701 വരുന്നത് കേട്ടോ. അപ്പോൾ ഇത് വലിയൊരു നഷ്ടമൊന്നുമില്ല. സാധാരണ ഇപ്പോൾ വാക്കം പിസ്റ്റൺ കാർബറേറ്ററിൻ്റെ വാക്കം പിസ്റ്റൺ മാറ്റുന്ന പിസ്റ്റൺ വാൽ മാറ്റുന്ന സമയത്ത് 1000 വില വരുന്നുണ്ട്. പിന്നെ നീഡിലിന് ഒരു 280 രൂപ അതിനും വില വരുന്നുണ്ട്. അങ്ങനെ എല്ലാ പാർട്സും സെപ്പറേറ്റ് എടുക്കുമ്പോൾ അത് ലാഭം തന്നെയാണ്. ഒരു കാർബറേറ്ററിൻ്റെ വാക്കം പിസ്റ്റൺ മാറ്റുന്ന വാക്കം പിസ്റ്റണൊക്കെ പിസ്റ്റൺ വാൽവൊക്കെ മാറ്റാനുള്ള ആളുകൾക്ക് ഈ ഒരു E20 പിന്നെ പെട്രോളിനെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള ഇതിൻ്റെ കിറ്റ് വാങ്ങിച്ചിട്ട് കഴിഞ്ഞാൽ എത്തനോളുമായിട്ട് ബന്ധപ്പെട്ട് എത്തനോൾ നമുക്ക് കാർബറേറ്റർ ഉണ്ടാക്കുന്ന എല്ലാ വിഷയങ്ങളിൽ നിന്നും ഇത് പ്രതിരോധിക്കുമെന്നുള്ളതാണ് റോയൽ എൻഫീൽഡ് അവകാശപ്പെടുന്നത്. അതാണ് ഇതിൻ്റെ ഈ കിറ്റ് വരുന്നത് കേട്ടോ. ഇതേപോലെ നോക്കാം. ഒരു BS3 കിറ്റാണ് പൊട്ടിക്കാൻ പോകുന്നത്. എന്തൊക്കെ ഉള്ളതെന്ന് നോക്കാണ്. നോക്കുക അടുത്തേക്ക്. ഇത് വരുന്നത് ഈ റബ്ബറാണ്, സമ്പിൻ്റെ റബ്ബറാണിത്. ചോക്ക് വരുന്നുണ്ട്, ബ്ലൂ കളറാണ്, മറ്റേ ബ്ലാക്ക് കളർ ഉണ്ടാവുക. ഈ പാർട്സാണ് ഈ കംപ്ലൈൻ്റ് ആവണ ഈ പാർട്സാണ് ഈ കളറിൽ കാണുന്നത് കേട്ടോ. പിന്നെ പിസ്റ്റണിൻ്റെ ഡയഫ്രം ഉണ്ട്, കുറച്ചുകൂടി സോഫ്റ്റാണിത്. നീഡിലുണ്ട്. മെയിൻ ജെറ്റ് ഉണ്ട്. പൈലറ്റ് ജെറ്റ് ഉണ്ട്. ഫ്ലോട്ട് നീഡിൽ വരുന്നുണ്ട്. പിന്നെ 3 ഓറിങ്സ് ആണ്. ഇത് മെയിൻ ജെറ്റിന് വരുന്നതും നീഡിലിന് വരുന്നതുമാണ്. ഇതാണ് BS3 കാർബറേറ്റർ വരുന്നത് കേട്ടോ. നോക്കുക, ഇപ്പോൾ BS3 എല്ലാ പാർട്സുകളും അയച്ച് ഒഴിവാക്കിയിട്ടുണ്ട്. ഈ ബോഡി മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ BS3 ഈ ബോഡി മാത്രമേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. ബാക്കി എല്ലാ പാർട്സും ഇതിൻ്റെ ഇൻറ്റേർണലായിട്ട് എല്ലാ പാർട്സും നമ്മൾ റീപ്ലേസ് ചെയ്യാണ്. ഇതോടെ പോയി ഇത് നമ്മൾ കംപ്ലീറ്റ് ഒന്ന് ക്ലീനർ ഉപയോഗിച്ചൊന്ന് ക്ലീൻ ചെയ്യാം കേട്ടോ.
ഇപ്പോൾ കാർബറേറ്റർ ക്ലീൻ ചെയ്യുമ്പോൾ ഒരിക്കലും പെട്രോൾ കൊണ്ടല്ല ക്ലീൻ ചെയ്യേണ്ടത്, ക്ലീനർ തന്നെ ഉപയോഗിക്കുന്നത് തന്നെ ഇത് ക്ലീൻ ആവുള്ളൂ. കറക്റ്റായിട്ട് ക്ലീൻ ആവുന്നത് തന്നെ വേണം കേട്ടോ. ക്ലീൻ ചെയ്ത് വെച്ചതാണ്. എയർ അടിച്ചുകൊണ്ട് ഡ്രൈ ആയതിന് ശേഷം മാത്രമേ ഫിറ്റ് ചെയ്യുക. എന്നുവെച്ചാ ഫിറ്റ് ചെയ്തോളൂ. ഇത് നമ്മുടെ ദിനേശ് ഭായി ആണ് ഫിറ്റ് ചെയ്യുന്നത് കേട്ടോ. നമ്മൾ കാർബറേറ്റർ റീപ്ലേസ് ചെയ്യുന്നതിന് പകരം, അതായത് കാർബറേറ്റർ റീപ്ലേസ് ചെയ്യുക എന്നുള്ളത്, കാർബറേറ്റർ B20 കമ്പറ്റബിൾ ആയിട്ടുള്ള കാർബറേറ്റർ ഇപ്പോൾ റോയൽ എൻഫീൽഡ് ഇറക്കുന്നുണ്ട്. അല്ല, അപ്പോൾ നിലവിൽ ഓടിക്കുന്ന ആളുകൾക്ക് ഈ ഒരു പ്രൈസ് നമുക്ക് സാധാരണ ഇപ്പോൾ കാർബറേറ്റർ BS3 ആണ് 3500 രൂപ കൊടുക്കണം. BS4 ആണ് 4 സംതിങ് വില വരുന്നുണ്ട്. അപ്പം കാർബറേറ്റർ എന്തെങ്കിലും ചെറിയ വിഷയങ്ങളുള്ള ആളുകൾ, പിന്നെ മിസ്സിങ്, അതേമാതിരി ക്ലോഗ് ആവുക, അങ്ങനത്തെ ഒരുപാട് വിഷയങ്ങൾ E20 പെട്രോൾ കൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു E20 ഈ ഒരു കിറ്റ് മാറ്റി കഴിയുമ്പോൾ നമുക്ക് ആ ഒരു പരിഹാരം ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ നമുക്കിത് മാറ്റി നോക്കാം. മെയിനായിട്ട് റബ്ബർ പാർട്സുകളാണ് കംപ്ലൈൻ്റ് ആക്കുന്നത്. എത്തനോൾ കംപ്ലൈൻ്റ് ആക്കുന്ന പാർട്സ് റബ്ബർ പാർട്സുകളാണ്. ഞാനത് ഫുള്ളായിട്ട് ഫിറ്റ് ചെയ്യുന്നത് കാണിക്കുന്നില്ല, ഒരുപാട് സമയം എടുക്കും, വീഡിയോ ഒരുപാട് ലെങ്തി ആവും. അപ്പോൾ ഇതാണ് E20 കിറ്റ് നിങ്ങൾ പരിചയപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അത്യാവശ്യം ഇൻസ്റ്റാൾ ചെയ്യുന്ന വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവർക്കും അറിയുന്ന തന്നെ ആയിരിക്കും. കാർബറേറ്റർ അയച്ചിന് കംപ്ലീറ്റ് സെറ്റ് ചെയ്യാൻ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഈ കിറ്റുകളെ പരിചയപ്പെടുത്താൻ തന്നെയായിരുന്നു വീഡിയോ ലക്ഷ്യം. അപ്പോൾ അടുത്തൊരു വീഡിയോ മാത്രം കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.